പത്മകുമാറിന് സസ്പെൻഷൻ നടപടി CPM ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ്. പത്തനംതിട്ടയിൽ നിന്നും കണ്ണൻ ദേവ് ചേരുന്നുണ്ട്. കണ്ണൻ, പത്മകുമാർ പാർട്ടി നടപടി നേരിടാൻ പോകുന്ന ആളാണ്. ഒപ്പം തന്നെ ഇന്നലെ ആത്മകഥയിൽ ചില മുന്നറിയിപ്പൊക്കെ പാർട്ടിക്ക് പത്മകുമാർ നൽകിയിരുന്നു. പത്മകുമാർ എന്തായാലും പാർട്ടിക്ക് പുറത്തേക്ക് എന്നാണ് മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ നടപടി സസ്പെൻഷൻ മാത്രമാണ്. അതെ, തീർച്ചയായും അദ്ദേഹം ഇന്നലെ ഉയർത്തിയ സമ്മർദ്ദ തന്ത്രത്തിൽ എന്തായാലും പാർട്ടി വീണു എന്ന് തന്നെ വേണം പറയാൻ. കാരണം അദ്ദേഹം ഉയർത്തിയ, അതായത് ഉന്നത നേതാക്കളിലേക്ക് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു പറയുമെന്ന അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അത് എന്തായാലും ഫലിച്ചു എന്ന് വേണം കരുതാൻ. കാരണം ഒരു സസ്പെൻഷൻ ഒതുക്കേണ്ട കാര്യമായിരുന്നില്ല. അതിനപ്പുറമാണ് പാർട്ടി പ്രവർത്തകരും മറ്റുള്ളവരുമൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അത് വെറും ഒരു സസ്പെൻഷൻ നടപടിയിലേക്ക് മാത്രമായി ഒതുങ്ങുകയാണ് ചെയ്തത്. കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ അല്ലെങ്കിൽ തരം താഴ്ത്തുകയോ ചെയ്യുന്ന തരത്തിലേക്കുള്ള നടപടികളാണ് പ്രതീക്ഷിച്ചിരുന്നത്. അത്തരത്തിലായിരിക്കും ജില്ലാ കമ്മിറ്റിയിലും പല കമ്മിറ്റികളിലും CPM-ന്റെ പല ജില്ലാ കമ്മിറ്റികളിലും ഒക്കെ ഉയർന്ന ഒരു ആവശ്യമായിരുന്നു ഈ പത്മകുമാറിനെതിരെ കടുത്ത നടപടി വേണമെന്നത്. എന്നാൽ കടുത്ത ഒരു നടപടി ഉണ്ടായില്ല എന്ന് തന്നെ വേണം പറയാൻ. ഇത്തരത്തിൽ സസ്പെൻഷൻ നടപടി മാത്രമാണ് ഉണ്ടായത്. നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇത്തരത്തിൽ യുവതീ പ്രവേശനത്തിലും അതുപോലെ സ്വർണ്ണക്കൊള്ള കേസിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ഉന്നതരുടെ ഇടപെടൽ അടക്കം പുറത്തു പറയുമെന്ന കാര്യങ്ങൾ പത്മകുമാർ ഉന്നയിച്ചിരുന്നു. അതായത് തൻ്റെ ആത്മകഥയിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയും എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അത് ആരാണ് ആ ഉന്നതൻ, അത് ഇതിൽ ആരൊക്കെയാണ് ഇടപെട്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തു പറയും എന്നത് പറഞ്ഞതിന് പിന്നാലെ ഇത്തരത്തിൽ ഈ പാർട്ടി ഇത്തരത്തിലൊരു തീരുമാനം ഒരിക്കലും എടുക്കുമെന്ന് കരുതിയിരുന്നതല്ല. എന്തായാലും പാർട്ടി ഈ ഒരു സമ്മർദ്ദ തന്ത്രത്തിൽ വീണു എന്ന് തന്നെ വേണം പറയാൻ. കടുത്ത നടപടികൾ എടുക്കാതെ ഒരു സസ്പെൻഷൻ നടപടിയിലേക്കാണ് പോയത്. രാവിലെ മുതൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലും അതിനുശേഷം ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിനും ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനമുണ്ടായത്. ഇതിനെയും സംസ്ഥാന നേതൃത്വത്തെ സംസ്ഥാന കമ്മിറ്റി ഈ വിവരം അറിയിക്കും. അവിടെ നിന്നുമായിരിക്കും ഇത്തരത്തിൽ ഇനിയും ഇത് അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു കണ്ണൻ, ഇതുമായി ബന്ധപ്പെട്ട് CPM-ന്റെ ജില്ലാ നേതൃയോഗങ്ങൾ ഇന്ന് നടക്കുമെന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് ആ നിർണായകമായ മുന്നറിയിപ്പ് ഇന്നലെ പത്മകുമാർ നൽകിയത്. പക്ഷേ പത്മകുമാർ നൽകിയ സൂചന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അതുപോലെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി ഒക്കെ തള്ളുകയാണ്. അതായത് തന്റെ ആത്മകഥയിൽ ചില സത്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള വെളിപ്പെടുത്തലാണ് ഇന്നലെ നടത്തിയിരുന്നത്. അപ്പോൾ പാർട്ടി പത്മകുമാറിനെ പേടിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അത്തരത്തിൽ തന്നെ വേണം കരുതാൻ. കാരണം പാർട്ടി ഇത്തരത്തിലൊരു സമ്മർദ്ദ തന്ത്രത്തിൽ ഇന്നിപ്പോൾ ജില്ലാ സെക്രട്ടറി യോഗം അതുപോലെ ജില്ലാ കമ്മിറ്റി യോഗവും പത്മകുമാറിനെതിരെ നടപടി എടുക്കാൻ ചേരുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് പത്മകുമാറിൻ്റെ ഭാഗത്ത് നിന്നും കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ നേരിട്ട് അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും സുഹൃത്തുക്കൾ മുഖേന ഇത്തരത്തിലൊരു കാര്യങ്ങൾ അദ്ദേഹം പുറത്തു പറഞ്ഞത്. കാരണം അദ്ദേഹത്തിനെതിരെ ഒരു കടുത്ത നടപടി ഉണ്ടായാൽ അദ്ദേഹം തീർച്ചയായും ഈ വിവരങ്ങൾ, അതായത് ഈ യുവതീ പ്രവേശനത്തിൽ ശബരിമല വിഷയത്തിലാകെ ഉണ്ടായിട്ടുള്ള ഉന്നത ഇടപെടലുകളെ പറ്റി പുറത്തു പറയും എന്ന് അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത്. കാരണം യുവതീ പ്രവേശന സമയത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടാണ്, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അടക്കം ഇടപെട്ടാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചത്. മുഖ്യമന്ത്രി അടക്കം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നു. അതുപോലെ ഒപ്പമുണ്ടായിരുന്ന ADGP അടക്കമുള്ള ആളുകളെയും ഇവരെ രണ്ടുപേരെയും സന്നിധാനത്ത് നിന്ന് മാറ്റി യുവതീ പ്രവേശനം അടക്കമുള്ള കാര്യങ്ങൾ സാധിച്ചെടുക്കുകയായിരുന്നു ചെയ്തത്. ഇദ്ദേഹം തിരുവനന്തപുരത്ത് ചെന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇത്തരത്തിൽ യുവതികൾ പ്രവേശിച്ചു എന്നൊരു വിവരം അറിയുന്നത്. തന്നെ മാറ്റി നിർത്തിയതാണ്, ഇത്തരത്തിൽ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെ മാറ്റി നിർത്തിയതാണ് എന്ന് കൃത്യമായി തന്നെ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതുമാത്രമല്ല, ഈ സ്വർണ്ണക്കൊള്ള കേസിൽ ഇദ്ദേഹം ഈ ചെമ്പുപാളി, അതായത് സ്വർണ്ണപ്പാളി മാറ്റി ചെമ്പുപാളി എന്ന് എഴുതിയതിലും തനിക്ക് യാതൊരു പങ്കുമില്ല, താൻ ഒരു സമ്മർദ്ദത്തിൽ വീഴുകയായിരുന്നു, ചില ഗൂഢാലോചനയുടെ ഭാഗമായി ചില ആളുകൾ പറഞ്ഞത് താൻ അനുസരിക്കുകയായിരുന്നു എന്ന തരത്തിൽ ഇദ്ദേഹം ഒരു പ്രതികരണം നടത്തിയിരുന്നു. ഇതൊന്നും നേരിട്ട് പറഞ്ഞതല്ല, അദ്ദേഹം സുഹൃത്തുക്കൾ വഴിയാണ് അറിയിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഒരു സമ്മർദ്ദ തന്ത്രം തന്നെയാണ് ഇന്നിപ്പോൾ ഫലം കണ്ടിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. ഈ ഉന്നതരിലേക്ക് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞതാണ്, ദൈവതുല്യരായ ചിലർ ഇതിന് പിറകിലുണ്ട്, അങ്ങനെയുള്ളവർ ഉണ്ട് എന്നത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. ആ ദൈവതുല്യരിലേക്ക് എത്താതിരിക്കാൻ, അത് ആരാണ് എന്ന് പുറത്തു പറയാതിരിക്കാൻ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു തീരുമാനമാണ് ഇത്തരത്തിൽ വെറും സസ്പെൻഷൻ നടപടിയിലേക്ക് മാത്രം ഒതുങ്ങിയത് എന്ന് വേണം കരുതാൻ. എന്തായാലും കടുത്ത ഒരു നടപടി തന്നെയാണ് പത്മകുമാറിനെതിരെ പ്രതീക്ഷിച്ചിരുന്നത്. വെറും ഒരു സസ്പെൻഷനിൽ അത് ഒതുക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. നേരത്തെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക, അദ്ദേഹത്തിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയായിരിക്കും ചെയ്യുക എന്ന് ആയിരുന്നു നേരത്തെ തൊട്ട് മനസ്സിലാക്കിയത്. എന്നാൽ കഴിഞ്ഞ ആഴ്ചയാണ് ഇദ്ദേഹം ഈ പ്രാഥമിക അംഗത്വം വീണ്ടും പുതുക്കിയത്. അന്നും ഇത്തരത്തിൽ ഇദ്ദേഹം പുതുക്കിയതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇത് പുതുക്കി നൽകരുതായിരുന്നു, അദ്ദേഹം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ തീർത്തും ചെറിയ കീഴ്ഘടകങ്ങളുള്ള പാർട്ടി പ്രവർത്തകരെ ഉൾപ്പെടെ നിരാശപ്പെടുത്തുന്ന ഒരു തീരുമാനം പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. കണ്ണൻ, നമുക്ക് എല്ലാവർക്കും അറിയാം പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും പ്രമുഖനായ നേതാവായിരുന്നു പത്മകുമാർ.
പത്മകുമാർ, ഒപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റാണ്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒന്നും പാർട്ടി ഒരു ഘട്ടത്തിലും പത്മകുമാറിനെ തള്ളിയിരുന്നില്ല. എല്ലാ രീതിയിലുമുള്ള സുരക്ഷാ കവചം ഒരുക്കുകയാണ്. അതിനുശേഷമാണ് വലിയ തോൽവി ഉണ്ടാവുകയും ജില്ലാ തലത്തിലടക്കം പത്മകുമാറിനെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ആ ഘട്ടത്തിലാണ് പത്മകുമാർ പാർട്ടിക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. അതായത് പുകഞ്ഞ കൊള്ളി പുറത്തേക്ക് എന്ന് CPM തീരുമാനിക്കുന്ന ഘട്ടത്തിലാണ് ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. അതായത് ഒരു കടുത്ത നടപടി ഒഴിവാക്കുക എന്നുള്ള പത്മകുമാറിന്റെ സമ്മർദ്ദ തന്ത്രം വിജയിച്ചു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അതെ, തീർച്ചയായും പത്മകുമാറിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു മുതിർന്ന നേതാവാണ്. പത്തനംതിട്ട ജില്ലയിൽ CPM പ്രവർത്തനം ആരംഭിക്കുന്ന സമയം തൊട്ട് ഏതാണ്ട് പഴയകാലം മുതൽ തന്നെ ജില്ലയിൽ ഉണ്ടായിട്ടുള്ള ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും അതുപോലെ MLA ആയിരുന്നു, കൂന്നിയുടെ MLA ആയിരുന്ന ഒരാളാണ്. അത്തരത്തിൽ CPMന്റെ ഒരു മുതിർന്ന നേതാവ്, പ്രധാന നേതാവ് എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇദ്ദേഹത്തെ കൂടുതലും സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിരുന്നത്. നേരത്തെ തന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ എതിരെ നടപടിയെടുക്കാൻ പാർട്ടി യാതൊരു തരത്തിലും ശ്രമിച്ചിരുന്നില്ല. നേരത്തെ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇദ്ദേഹത്തെ ഈ തൻ്റെ ചുമതലകളിൽ നിന്ന് മാത്രം മാറ്റി നിർത്തുക മാത്രമാണ് പാർട്ടി ചെയ്തത്. അത് ഒരിക്കലും നേരത്തെ അതും പലയിടങ്ങളിൽ നിന്നും വന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഈ വിമർശനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു നടപടി എടുത്തത്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മാത്രമുള്ള ഒരു നിലപാടാണ് അത് എന്ന് കൃത്യമായി എല്ലാവർക്കും അറിയാമായിരുന്നു. എന്നാൽ പക്ഷേ ഈ പുറത്താക്കാതിരുന്ന നടപടി ഉൾപ്പെടെ പാർട്ടിക്കത് വലിയ രീതിയിൽ ദോഷം ചെയ്തു എന്ന് പിന്നീട് ഈ തിരഞ്ഞെടുപ്പിന് ശേഷം പല ജില്ലാ കമ്മിറ്റിയിലും പല ഘടകങ്ങളിലും കീഴ്ഘടകങ്ങളിൽ ഉൾപ്പെടെ ആ ഒരു നിലപാട് ആരോപണം ഒരു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെ അന്നേ നടപടി എടുത്തിരുന്നെങ്കിൽ തീർച്ചയായും ഈ ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെ ഈ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ പ്രതിഫലിക്കുകയില്ലായിരുന്നു. അത്തരത്തിൽ പാർട്ടി ചെയ്യാതിരുന്നതാണ് ഈ തിരഞ്ഞെടുപ്പ് തോൽവിക്കടക്കം കാരണമെന്ന് പറഞ്ഞിരുന്നു. ഈ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പാർട്ടിക്ക് ഇത്തരത്തിലൊരു കാര്യം അറിയാമായിരുന്നെങ്കിലും അത് വെറും ഈ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു കാര്യത്തിലേക്ക് പോവുകയായിരുന്നു. അതിന് വിശദീകരണമായി പറഞ്ഞത് അദ്ദേഹം ജയിലിലായിരുന്നു, ജയിലിന് പുറത്തിറങ്ങിയിട്ട് വേണം ഇത്തരത്തിലുള്ള നടപടികൾ ചെയ്യാൻ എന്നുള്ളതായിരുന്നു. എന്നാൽ പാർട്ടിയുടെ ആ തീരുമാനം തെറ്റായിരുന്നു എന്ന് തിരഞ്ഞെടുപ്പിന് ശേഷം എന്തായാലും മനസ്സിലായി. അതിനുശേഷമാണ് ഇത്തരത്തിൽ എന്നിട്ടും പാർട്ടി പഠിക്കുന്നില്ല എന്ന് വേണം കരുതാൻ. തീർത്തും അദ്ദേഹത്തിനെതിരെ വലിയൊരു കടുത്ത നടപടിയെടുക്കാൻ ഇപ്പോഴും നേതാക്കൾക്കും പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതല്ലായിരുന്നുവെങ്കിൽ ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന നടപടി അടക്കം എടുത്തേനെ. അദ്ദേഹത്തിന് വെറും സസ്പെൻഷനിൽ മാത്രം ഒതുക്കുന്ന കാര്യത്തിൽ ഇനിയിപ്പോൾ പല സ്ഥലത്തു നിന്നും ഇതിനൊരു വിമർശനം ഉണ്ടായേക്കാം. ഇത് പ്രതിപക്ഷമടക്കം മറ്റ് പാർട്ടികളടക്കം ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതി ഇനിയിപ്പോൾ ഉണ്ടായേക്കാം. കീഴ്ഘടകങ്ങൾ ഉൾപ്പെടെ ഇനിയിപ്പോൾ വിവിധ ഇടങ്ങളിൽ നിന്നും ഇതിനൊരു വിമർശനം എന്തായാലും പാർട്ടിക്കെതിരെ ഉണ്ടായേക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. കണ്ണൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പത്തനംതിട്ട ജില്ലയ്ക്ക് അപ്പുറത്തേക്ക് പലയിടങ്ങളിലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാത്തത് വലിയ രീതിയിൽ വിമർശനം ഉയർന്നിരുന്നു. ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ ഒപ്പം പത്മകുമാർ പാർട്ടിക്ക് പുറത്തേക്ക് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. ഇന്നലെയാണ് അദ്ദേഹം പാർട്ടിക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. അങ്ങനെയാണോ ഈ അച്ചടക്ക നടപടി അല്ലെങ്കിൽ ഈ നടപടിയുടെ ഭാഗമായി സസ്പെൻഷനിലേക്ക് എത്തപ്പെട്ടത്? എങ്ങനെയാണ്? കാരണം രാവിലെ നിർണായകമായ ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നു. ഈ ജില്ലാ കമ്മിറ്റി തന്നെയാണ് പത്മകുമാറിനെതിരെ വലിയ വിമർശനം നേരത്തെ ഉയർത്തിയത്. അതിനുശേഷം ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരുന്നു. പിന്നീട് തീരുമാനിക്കുന്നു സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ ഒതുങ്ങിയത് എങ്ങനെയാണ്? തീർത്തും ഇദ്ദേഹത്തിനെതിരെ നമുക്കറിയാം, തിരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ശബരിമല വിഷയം വലിയ രീതിയിൽ കേരളത്തിലാകെ ഉയർന്ന ഒരു പ്രശ്നം തന്നെയാണ്. അത് തീർച്ചയായും പത്തനംതിട്ട ജില്ലയിലും വളരെ രീതിയിൽ അവരുടെ കനത്ത തോൽവിക്ക് എന്തായാലും ഈ ശബരിമല വിഷയവും കാരണമായിട്ടുണ്ട്. അത്തരത്തിൽ ആ വിഷയങ്ങളൊക്കെ ഈ തിരഞ്ഞെടുപ്പിന് ബാധിച്ചു എന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നടപടിയെടുക്കാൻ എന്തായാലും ഈ ജില്ലാ കമ്മിറ്റി അടക്കം തീരുമാനിച്ചത്. അത് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നു. എന്നാൽ സംസ്ഥാന നേതൃത്വം പറഞ്ഞ ഒരു കാര്യം അതേപടി ജില്ലാ കമ്മിറ്റി അനുസരിക്കുകയായിരുന്നോ എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അവിടെ നിന്നും ഒരു നിർദ്ദേശം ഇത്തരത്തിൽ പത്മകുമാറിനെതിരെ ഒരു നടപടി എടുക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ വേണം എന്ന തരത്തിലേക്ക് ചിലപ്പോൾ കാര്യങ്ങൾ ഉണ്ടായേക്കാം. അല്ലായിരുന്നുവെങ്കിൽ നേരത്തെ ജില്ലാ കമ്മിറ്റിയിൽ പറഞ്ഞതുപോലെ കടുത്ത നടപടി എടുക്കണമെന്ന ഒരു തീരുമാനമായിരുന്നു ജില്ലാ കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നത്. ജില്ലാ കമ്മിറ്റിയിലെ ഭൂരിഭാഗം അംഗങ്ങളും അത്തരത്തിൽ തന്നെയായിരുന്നു പറഞ്ഞത്. പക്ഷേ അത് സംസ്ഥാന ഘടകത്തെ അറിയിച്ചുവെങ്കിലും അവിടെ നിന്ന് വന്ന ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഇത് സസ്പെൻഷനിലേക്ക് ഒതുക്കിയെന്ന് വേണം കരുതാൻ.
പത്മകുമാറിന് സസ്പെൻഷൻ നടപടി CPM ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ്. പത്മകുമാർ പുറത്തേക്ക് എന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു നേരത്തെ എല്ലാം വന്നിരുന്നത്. ഈ സാഹചര്യത്തിലാണ് പത്മകുമാർ ആത്മകഥ എഴുതുന്നുണ്ട്. ആ ആത്മകഥയിൽ ചില സത്യങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ പത്മകുമാർ ഇന്നലെ പാർട്ടിക്ക് സൂചന നൽകിയിരുന്നു. അത് കടുത്ത നടപടിയിലേക്ക്, അതായത് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു സൂചനയാണോ അല്ലെങ്കിൽ പാർട്ടിക്ക് നൽകിയ ഒരു മുന്നറിയിപ്പാണോ എന്നൊക്കെയായിരുന്നു ഇനി അറിയേണ്ടത്. എന്തായാലും പത്മകുമാർ ആത്മകഥ എഴുതുകയാണ്. ആ ആത്മകഥയിൽ സത്യമുണ്ടാകുമോ അല്ലെങ്കിൽ സമ്മർദ്ദ തന്ത്രമായിരിക്കുമോ? ഒപ്പം ദേവസ്വം മഹസറിലെ സ്വർണം എന്നുള്ളത് ചെമ്പ് എന്നാക്കി എഴുതിയതാര്? ഒപ്പം തന്നെ ശബരിമല യുവതീ പ്രവേശന സമയത്ത് അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചതാര്? ആ വിളിപ്പിച്ചതിൽ ഇടപെട്ടതാര് എന്നതൊക്കെ ഈ ആത്മകഥയിൽ ഇനി ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം CPM ജില്ലാ കമ്മിറ്റി, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പത്മകുമാറിന് നടപടി എടുത്തിരിക്കുന്നത് സസ്പെൻഷനാണ്. ജില്ലാ കമ്മിറ്റി യോഗവും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റും ഒക്കെ ചേർന്നിരുന്നു. ഈ തീരുമാനമായിരിക്കും ഇനി സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുക. സംസ്ഥാന നേതൃത്വം ഇത് സംബന്ധിച്ച് എന്ത് തീരുമാനമെടുക്കുമെന്നാണ് അറിയേണ്ടത്. ഇന്നലെ പത്മകുമാറിന്റെ മുന്നറിയിപ്പ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തള്ളിയിരുന്നു. ഒപ്പം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പറഞ്ഞത് ആ കാര്യത്തിൽ പ്രതികരിക്കേണ്ട കാര്യമില്ല, കാരണം പത്മകുമാർ പാർട്ടി നടപടി നേരിടാൻ പോകുന്ന ആളാണ് എന്നുള്ള പ്രതികരണമാണ് ഇന്നലെ CPMന്റെ പ്രമുഖരായ 2 നേതാക്കളും പ്രതികരിച്ചിരുന്നത്. ഇന്നാണ് ആ നിർണായകമായ ജില്ലാ കമ്മിറ്റി യോഗവും ജില്ലാ സെക്രട്ടേറിയറ്റും ഒക്കെ ചേർന്നിട്ടുള്ളത്. അതിലാണ് ഇപ്പോൾ സസ്പെൻഷനിലേക്ക് ഒതുങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ആത്മകഥയിൽ എന്തൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്നും കണ്ണൻ ദേവ്.